ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരു മിനി ടെമ്പിൾ കണ്ടോ? ആ ടെമ്പിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മരം വളർന്ന് നിൽക്കുന്നത്. ആ മരത്തെ നശിപ്പിക്കാതെ തന്നെയാണ് ആ ടെമ്പിൾ പണിഞ്ഞേക്കുന്നത്, അല്ലേ? കർണാടകയിൽ നമ്മൾ പലയിടത്തും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണിത്. ഈ കാണുന്നതാണ് കർണാടക ചിത്രകലാ പരിഷത്ത്. ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ കുറേ നാളായി കർണാടകയിൽ വന്നിട്ടെങ്കിലും ബാംഗ്ലൂർ ഞങ്ങൾ താമസിച്ചു തുടങ്ങിയിട്ടും ഇവിടെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ വീക്കെൻഡ് ഒരു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം തന്നെ അധികം ദൂരെ ഒന്നും ഈ വീക്കെൻഡ് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത്, അത്ര അടുത്തല്ല എന്നാലും ഏകദേശം അടുത്തുള്ള ഈ പ്ലേസിൽ ഈ വീക്കെൻഡ് വരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കാണുന്നതാണ് ചിത്രകലാ പരിഷത്തിൻ്റെ ഉൾവശം. ഇവിടെ ഈ കോംപ്ലക്സിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 18 ഗാലറീസാണ് ഉള്ളത്. ഈ 18 ഗാലറീസിൽ 13 പെർമനൻറ്റ് കളക്ഷൻ ഓഫ് പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ഫോക്ക് ആർട്സ് ഇത്രയും ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് 13. ബാക്കിയുള്ള ഗാലറീസ് റെൻ്റ് ബേസിൽ നമുക്ക് അവർ കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ അങ്ങനെ ഏതെങ്കിലും കലാകാരന്മാരോ കലാകാരികളോ അവരുടെ വർക്ക് പോർട്രേ ചെയ്യാൻ വേണ്ടി റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു മിനി എക്സിബിഷൻ പോലെ അവിടെ പ്രസൻറ്റ് ചെയ്യും. കലാസ്നേഹികൾക്കും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇതൊക്കെ വന്ന് ഇവിടെ കാണാം, ആസ്വദിക്കാം. പിന്നെ ഈ റെൻറ്റഡ് ഔട്ട് ആയിട്ടുള്ള സ്പേസസിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാണും. അതിൻ്റെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. എല്ലാത്തിൻ്റെ സൈഡിൽ ശ്രദ്ധിച്ച ഓരോ സ്ലിപ്പ് കണ്ടോ? ആ സ്ലിപ്പിനകത്ത് ആർട്ടിസ്റ്റിൻ്റെ പേര്, വരച്ച വർഷം, പിന്നെ എന്താണ് ആ പെയിൻറ്റിങ് അല്ലെങ്കിൽ ആ സ്കൾപ്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള വിവരം, പിന്നെ ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. മിക്കതിൻ്റെയും പ്രൈസ് അവിടെ അപ്പോൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് ഓൺ റിക്വസ്റ്റ് എന്നാണ് എഴുതി വച്ചിരുന്നത്. ചില ഐറ്റംസിൻ്റെയൊക്കെ പ്രൈസും ഈ കാർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രകലാ പരിഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കർണാടകയിലെ തന്നെ പല മൈസൂർ പെയിൻറ്റിങ്സ് അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഫോംസും പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ പോർട്രേ ചെയ്തേക്കുന്ന ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഒരു സ്ഥലം ആണത്. ഇത് ആക്ച്വലി ഒരു 2.5 ഏക്കർ ക്യാമ്പസ് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ 18 ഗാലറികളാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ബാംഗ്ലൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സും ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റുഡൻസ് അവരുടെ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് ഓരോ ടൈമിൽ കണ്ടക്റ്റ് ചെയ്യുന്ന ഇവൻറ്റ്സ്, പിന്നെ അവർ തന്നെ അവരുടെ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന എക്സിബിഷൻസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് സെയിൽസ്, അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ ഒട്ടുമിക്ക എപ്പോൾ നമ്മൾ പോയാലും ത്രൂ ഔട്ട് ദ വീക്ക്, അതായത് ശനി ഞായർ എന്ന വ്യത്യാസമില്ലാതെ തന്നെ സൺഡേ ടു സാറ്റർഡേ എന്ന് നമ്മൾ പോയാലും ഈ 13 ഗാലറികൾക്ക് ഉപരി 5 പിന്നെ ഉള്ള റെൻറ്റഡ് ഔട്ട് ഗാലറീസ് കൂടാതെ ഈ സ്റ്റുഡൻസായിട്ട് അവരുടെ ഇനീഷ്യേറ്റീവിലും അവരുടെ കരിക്കുലത്തിനെ ബേസ് ചെയ്തും പോർട്രേ ചെയ്യുന്ന പല ഇവൻറ്റ്സും നമുക്കിവിടെ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത് കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ പർച്ചേസ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഉള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ദുർഗാപൂജയുടെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോൾസും എക്സിബിഷൻസും ഒക്കെ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ക്യാമ്പസിൽ തന്നെ ആയിരിക്കും, ഈ ഗാലറികളുടെ ഉള്ളിലായിരിക്കില്ല. കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഒരു സൈഡിൽ നടക്കുന്നു. ആ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിനകത്ത് 1-2 സ്കൾപ്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 1-2 ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മൾ ഈ കാണുന്ന ഗാലറിയുടെ അടുത്ത് തന്നെ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ അവിടെ സ്റ്റുഡൻസ് ഇരുന്ന് പ്രോജക്ട്സ് എന്തോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി.
അതുകൂടാതെ നവരാത്രി പ്രമാണിച്ച്, ദുർഗാപൂജ പ്രമാണിച്ച്, പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെയാണല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ദിവാലി, അതും വരുന്നുണ്ട്. സോ കർണാടകയിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ കർണാടകയിൽ പ്രത്യേകിച്ചും ഇതൊക്കെ ഭയങ്കര വലിയ ഇവൻ്റാണ്. അപ്പോൾ സെലിബ്രേഷൻസൊക്കെ വളരെ കാര്യത്തിൽ എല്ലാവരും ജാതി മതഭേദമന്യേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ദിവാലി. അപ്പോൾ അതിനോടനുബന്ധിച്ചൊക്കെ എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് കരകൗശല വസ്തുക്കൾ നമുക്ക് അവിടെ കാണാൻ പറ്റി. ഞങ്ങളും ആ എക്സിബിഷനൊക്കെ ഒന്ന് കണ്ടു. കുറച്ച് 1-2 ഐറ്റംസ് നമ്മളും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ചെറിയൊരു പൊടിമഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ബാംഗ്ലൂരിൻ്റെ തനതായ ഒരു കാറ്റുണ്ട്. അതുകൂടാതെ നല്ലൊരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ആയിരുന്നു അതിൻ്റെ പുറത്ത്. പിന്നെ ബിൽഡിംഗ് ആണെങ്കിലും കൂടുതലും കരിങ്കല്ലൊക്കെ വെച്ചാണ് പണിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയുള്ളത് മേജർ യൂണിവേഴ്സിറ്റീസ്, IISc പോലെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ ബിൽഡിങ്സ് അങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അതും ഒരു രസം. മൺമറഞ്ഞു പോയ പല കലാവസ്തുക്കളും, അതായത് വിഷറികൾ, പിന്നെ എന്താ നമ്മൾ ഈ തൈര് കടയണ, എനിക്കതിൻ്റെ പേരറിയില്ല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റോൺസിൽ ചെയ്തേക്കുന്ന വർക്കുകളൊക്കെ ക്യാമ്പസിൻ്റെ ഓരോരോ സ്ഥലത്തായിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ അവർ ദിവാലി പ്രമാണിച്ച് വച്ചിരുന്ന എക്സിബിഷൻ. മിക്കതും ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. മിക്കതും കൈകൊണ്ട് വീവ് ചെയ്തെടുത്ത ലോക്കൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ നിർമ്മിച്ചേക്കുന്നതും അവർ വീവ് ചെയ്തെടുത്തതും അവർ മെനഞ്ഞെടുത്ത ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെയായിരുന്നു ഒട്ടുമിക്ക എല്ലാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പുതിയ വീടൊക്കെ വയ്ക്കുന്നവരാണ്, ഇങ്ങനെയുള്ള ആൻറ്റീക്ക് പീസസിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ബാംഗ്ലൂർ വന്ന്, അടുത്ത് അയൽ സംസ്ഥാനത്തൊക്കെ ഉള്ളവരാണെങ്കിലും ബാംഗ്ലൂർ വന്ന് ഈ ചിത്രകലാ പരിഷത്തിൽ ഒന്ന് വരാൻ നോക്കുക. നിങ്ങളുടെ ടേസ്റ്റിന് അനുയോജ്യമായ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. ആൻറ്റീക്ക് ആയിട്ടുള്ള ആ ഒരു റസ്റ്റിക് വൈബിലൊക്കെ, ആ ഒരു തീമിലൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇവിടെ വന്നാൽ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ എൻട്രി മ്യൂസിയത്തിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്തൊക്കെ എൻട്രി ഫീ ഇല്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറാം, പർച്ചേസ് ചെയ്യാം. അപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വരിക, ഇതൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം.